2500 കിലോമീറ്റർ നീ കവർ ചെയ്തോ, അത് നിൻ്റെ ആ പഴയ ബൈക്കിട്ട്? എന്ത് ധൈര്യത്തിലാണ് എന്ന് ചോദിച്ചവരോട്. ഈ മുതൽ കഴിഞ്ഞ 8 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇവനെ കൊണ്ട് എവിടെയൊക്കെ പോകാൻ പറ്റുമോ അവിടെയൊക്കെ ഞാൻ പോയി വന്നിട്ടുമുണ്ട്. ഈ 8 വർഷത്തിൽ ഇതുവരെ ഞാൻ വഴിയിൽ എവിടെയും കിടന്നിട്ടുമില്ല. അത് തന്നെയാണ് ഇവനെ കൊണ്ട് ഞാൻ പുറത്തു പോകാനുള്ള ധൈര്യം കാണിക്കുന്നത്. വീട്ടിലാണെങ്കിൽ ഒരു ബുള്ളറ്റ് ഉണ്ട്, പക്ഷേ എനിക്ക് ഇവനായിട്ട് പോകാനാണ് താല്പര്യം. മാത്രമല്ല ഇവൻ 50ൻ്റെ മുകളിൽ മൈലേജും തരുന്നുണ്ട്. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് ഞാൻ ഇവനുമായിട്ട് എപ്പോഴും പുറത്തു പോകുന്നത്. ബൈക്ക് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ ഇവനുമായിട്ട് വളരെ ഹാപ്പിയാണ്. പിന്നെ ഇപ്പോഴത്തെ ബൈക്കുകളെ പോലെ ABS അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ സൂക്ഷ്യം കണ്ടപ്പോൾ ഓടിക്കണം. ഞാൻ ഒരു 60-65 സ്പീഡുകളിലേ ഓടിക്കാറുള്ളൂ. അതിൽ കൂടുതൽ കൂടുതൽ ഞാൻ ഓടിക്കാറില്ല. ഇതൊരു കാർബറേറ്റർ വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇത് ആക്സിലേറ്റർ കൊടുത്ത് ഓടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം മൈലേജ് കുറയും. ഞാനാണെങ്കിൽ ഒരു 3000-4000 RPM ഓടിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് 50ന് മുകളിൽ മൈലേജ് കിട്ടുന്നുണ്ട്. അതായത് ഒരു 1000 കിലോമീറ്റർ ഓടാൻ ഏകദേശം ഒരു 2000-2200 രൂപയുടെ എണ്ണ അത് മതി. ഞാൻ ഹൈദരാബാദൊക്കെ പോകുമ്പോൾ ഞാൻ മൊത്തം ചിലവ് എനിക്കായത് എണ്ണയ്ക്ക് 4000-ന്. അതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയ ക്യാഷിന് എല്ലായിടത്തും പോയി വരാൻ കഴിയാറുണ്ട്. അടുത്ത ട്രിപ്പ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് അവിടെ മാത്തേര, ഹങ്കർ ഫോർട്ട് അങ്ങോട്ട് പോകാമെന്നാണ്. അത് ഏകദേശം 1000-1000ൻ്റെ മുകളിൽ കിലോമീറ്റർ ഉണ്ട്. കറക്റ്റ് എനിക്കറിയില്ല. ഞാൻ അങ്ങോട്ട് പോകാനാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. ചെറിയ ബഡ്ജറ്റിൽ പോയി കാണിക്കാം. വീഡിയോ ഒക്കെ പറ്റുകയാണെങ്കിൽ ഞാൻ ഇടാം. അപ്പോൾ നിങ്ങളുടെ കയ്യിലൊക്കെ ഉള്ള പഴയ ബൈക്കായിട്ട് നിങ്ങൾക്ക് ലോങ് പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് എത്ര CC ആയാലും കുഴപ്പമില്ല, 100 150 എത്ര CC ആണെങ്കിലും കുഴപ്പമില്ല. നമുക്കൊരു 60-65 സ്പീഡിൽ പോയി വരാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്കൊന്ന് DM ചെയ്യും. നമുക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാം, മാത്തേരേക്കോ ഹങ്കർ ഫോർട്ടിക്കോ ആയിട്ട്. വരാൻ പ്ലാനുള്ളവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, ബഡ്ജറ്റ് ട്രിപ്പ് ആയിരിക്കും. ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. പിന്നെ കിടത്തൊക്കെ പമ്പിൽ ടെൻ്റ് അടിച്ചിട്ടായിരിക്കും. അപ്പോൾ കാര്യം ഇത്രേ ഉള്ളൂ. വീട്ടിലുള്ള പഴയ ബൈക്കുമായിട്ട് എങ്ങനെ നമുക്ക് വലിയ വലിയ യാത്രകൾ ചെയ്യാമെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. എന്നെ ഫോളോ ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക.